ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത പ്രഹരമേൽക്കുന്നു. തിരിച്ചടിക്ക് കാരണം പെൻഷൻ മുടങ്ങിയതും ക്രമസമാധാന പ്രശ്നങ്ങളുമെന്ന് രണ്ടാം ഘടകകക്ഷി CPI പരസ്യമായി വിമർശിച്ചു. തോൽവിയുടെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യമെന്ന് സമസ്ത തിരിച്ചടിച്ചു. മാർക്സിസ്റ്റ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ട CPIക്ക് ഇനി UDF മാത്രമാണ് അഭയമെന്ന് ലീഗ് മുഖപത്രം പരിഹസിച്ചു. 2019 നിന്നും 2024 എത്തുമ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ഇടതുപക്ഷത്തിന് മുന്നിലുള്ളത്. തെരഞ്ഞെടുപ്പിൽ CPMന്റെ വലിയ പ്രതീക്ഷ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളായിരുന്നു. ആ വോട്ടുകൾ സ്വന്തമാക്കാൻ രണ്ടാം പിണറായി സർക്കാരിന്റെ ആരംഭം മുതൽ തന്നെ പിണറായി വിജയന്റെ തീവ്ര ശ്രമം നടന്നിരുന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായ KS ഹംസയ്ക്ക് വേണ്ടി സമസ്തയ്ക്കുള്ളിൽ നിന്ന് തന്നെ വോട്ടഭ്യർത്ഥന ഉയർന്നു വന്നത് ഇടതുപക്ഷത്തിന് പ്രതീക്ഷയും ലീഗിന് നെഞ്ചിടിപ്പും വർദ്ധിപ്പിച്ചു. ലീഗിന് തന്റെ വോട്ട് ബാങ്ക് നഷ്ടമാകുമോ എന്ന ഭയം സമസ്തയുമായുള്ള തർക്കത്തിൽ കലാശിച്ചു. എന്നാൽ ഇടതുപക്ഷം അവിടെയും കലക്കവെള്ളത്തിൽ നിന്നും മീൻ പിടിക്കാനുള്ള ശ്രമം നടത്തി. ഒടുവിൽ ജനവിധി പ്രതികൂലമായപ്പോൾ സമസ്ത തിരിഞ്ഞുകൊത്തി. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം LDFനെതിരെ കനത്ത വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ലീഗിനെ പുകഴ്ത്താനും സമസ്ത മടക്കുന്നില്ല. സമസ്തയെ സംബന്ധിച്ച് എല്ലാം നിലനിൽപ്പിന്റെ പ്രശ്നം മാത്രമാണ്. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി. CPM ജനങ്ങളിൽ നിന്നും അകന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. സർക്കാരും CPM എടുത്ത ജനവിരുദ്ധ നിലപാട് തിരിച്ചടിയായി. അസഹിഷ്ണുതയുടെയും ധാർഷ്ട്യത്തിന്റെയും വക്താക്കളായി CPIM നേതാക്കൾ നിറഞ്ഞാടി. ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ കുത്തഴിഞ്ഞാടിയിട്ടും ഭരണകൂടം അനങ്ങിയില്ല. പോലീസ് രാജിൽ സംസ്ഥാനത്ത് പൗരാവകാശം ചവിട്ടി അരയ്ക്കപ്പെട്ടു. തുടർഭരണം നൽകിയ അധികാര ധാർഷ്ട്യം പ്രാദേശിക നേതാക്കളെ സാധാരണക്കാരിൽ നിന്ന് അകറ്റി. ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാകുന്നത് ലീഗിനെ മാത്രം സവിശേഷതയെന്നും സുപ്രഭാതം മുഖപത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. സുപ്രഭാതം ഇടത് അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടയിലാണ് ഈ മുഖപ്രസംഗം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇടത് സർക്കാരിന് ജനങ്ങളിട്ട മാർക്ക് എന്നാണ് സുപ്രഭാതം നൽകിയിരിക്കുന്ന തലക്കെട്ട് പോലും. ഒരു തിരുത്തൽ അനിവാര്യമാണ് എന്ന് സുപ്രഭാതം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ജനങ്ങൾക്ക് ഇടതുമുന്നണിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് സുപ്രഭാതം തീർത്ത് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലടക്കം സമസ്തയുടെ വോട്ട് ഇടതുമുന്നണിക്ക് പോകുമെന്ന വ്യാപക പ്രചാരണം LDF നടത്തിയിരുന്നുവെങ്കിലും അത് ഫലത്തിൽ പ്രതിഫലിച്ചില്ല. മാത്രമല്ല പൊന്നാനിയിലും മലപ്പുറത്തും ചരിത്ര വിജയം നേടാൻ UDFന് സാധിക്കുകയും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയോടും CPMനോടും സമസ്തയിലെ ചില നേതാക്കൾ പുലർത്തിയിരുന്ന മൃദു സമീപനത്തിന് തിരിച്ചടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ലേഖനമാണ് സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിലൂടെ സമസ്ത നടത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇടതുപക്ഷത്തിന്റെ തോൽവിയെ വിമർശിച്ച് AP വിഭാഗം സമസ്തയും രംഗത്തെത്തിയിരുന്നു. ഇതോടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ നിലപാട് ഒരു പരിധിവരെ വ്യക്തമായിരിക്കുകയാണ്. CPIക്ക് മാർക്സിസ്റ്റ് ബന്ധം അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഓർമ്മിപ്പിച്ച് ലീഗ് മുഖപത്രം ചന്ദ്രികയും രംഗത്തെത്തി. ആദ്യ പടിയെന്ന നിലയിൽ നിയമസഭയിൽ സ്വതന്ത്ര ബ്ലോക്കായിരിക്കാം. UDFനോട് സഹകരിക്കാമെന്നും ലീഗ് നേതാവ് KN ഖാദർ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പുറംപോക്കിലേക്ക് തള്ളിയത് CPM നയങ്ങളാണ്. CPI അതിന് വഴിപ്പെടാതിരുന്ന കാലത്ത് അവർക്ക് ഭരണത്തിലും പുറത്തും അർഹമായ പദവികളും അന്തസ്സും കൂടുതൽ ജനപിന്തുണയും പ്രാതിനിധ്യവും ഉണ്ടായിരുന്നു. കേരളത്തിന് പുറത്തും അതുണ്ടായിരുന്നു. CPMനോട് നിരന്തരമായ ആശയ സംഘടനത്തിലായിരുന്ന CPI അവരോട് സന്ധി ചെയ്തതോടെ അവരുടെ ഭൗതികവും ആത്മീയവുമായ രാഷ്ട്രീയ ചൈതന്യം കെട്ടുപോയി. സാഹചര്യം നന്നായി മുതലെടുത്ത CPI എന്ന പാർട്ടിയെ വരുതിയിൽ നിർത്തി. കേരളത്തിൽ CPIയുടെ രാഷ്ട്രീയ നിലപാടിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ അവർക്ക് ഗുണം ചെയ്യുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇടതു പാർട്ടികൾ ഇന്ത്യയിൽ ശക്തിപ്പെടേണ്ടത് ആവശ്യം തന്നെയാണ്. കോൺഗ്രസിന്റെയും ഇതര പാർട്ടികളുടെയും പിന്തുണ കൊണ്ടാണ് കേരളത്തിലൊഴികെ CPMും CPIയും ജയിക്കുന്നത്. കോൺഗ്രസ് സഹായമില്ലാതെ CPM ജയിച്ചത് ഇന്ത്യയിൽ ആലത്തൂരിൽ മാത്രമാണെന്നും ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പെൻഷൻ മുടങ്ങിയതും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചു എന്നാണ് മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയുമായ C ദിവാകരൻ പറഞ്ഞത്. ആരെങ്കിലും പഴിചാരി നേതാക്കൾക്ക് രക്ഷപ്പെടാനാകില്ല എന്ന് പറഞ്ഞ അദ്ദേഹം CPMും CPIയും സംഘടനാപരമായി കൃത്യമായ പരിശോധന നടത്തണമെന്നും ചൂണ്ടിക്കാട്ടി. CPI വകുപ്പുകളിലെ പാളിച്ചകൾ തോൽവിക്ക് കാരണമായെന്ന് മുതിർന്ന നേതാവ് ശിവരാമനും പ്രതികരിച്ചു. ഭക്ഷ്യവകുപ്പ്, കൃഷിവകുപ്പ്, റവന്യൂ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്ത CPIക്ക് പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കാര്യമായ അനക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല.
സർക്കാരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല. ജനങ്ങൾ അസംതൃപ്തരാണ്. മാവേലി സ്റ്റോറിലെ പാളിച്ചയും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചു. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നത് വലിയ അഴിമതിയാണ് എന്നും ഇതും പ്രശ്നമായെന്നും ശിവരാമൻ പറയുകയുണ്ടായി. അതേസമയം തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം അലയടിച്ചു എന്നാണ് മുന്നണിയിൽ പൊതുവെയുള്ള അഭിപ്രായം. 4 സീറ്റുകളിൽ മത്സരിച്ച CPIക്ക് ജയപ്രതീക്ഷ ഉണർത്തുന്ന പോരാട്ടങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇതിനിടയിലാണ് ഇപ്പോൾ സർക്കാരിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് പ്രധാന ഘടകകക്ഷിയിലെ നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതത്തിലിരിക്കുന്ന CPMന് കൂടുതൽ തിരിച്ചടി നൽകിക്കൊണ്ട് രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച തർക്കവും വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ഒരു ചെറിയ ഇടവേള നൽകിയ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. CPI, കേരള കോൺഗ്രസ് എന്നീ പാർട്ടികൾ സീറ്റിനായി ശക്തമായി തന്നെ രംഗത്തുണ്ട്.